ആക്ച്വലി ഇന്ന് ഞാൻ ആക്ച്വലി കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യായിരുന്നു. കോഴിക്കോട് കൊച്ചിയിലേക്ക് ഇവിടെ ഒരു ഫ്ലാറ്റൊക്കെ എടുത്തുകൊണ്ട് ഷിഫ്റ്റ് ചെയ്യായിരുന്നു. ഞങ്ങൾ ഷിഫ്റ്റിങ്ങിൻ്റെ ഇടയിലാണ് ഇതുപോലെ ഫോൺ സൈലൻ്റാക്കി വെച്ച് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോൾ വന്നു, അറിഞ്ഞില്ല എന്നൊക്കെ ചോദിച്ചിട്ട്. സോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു ഇന്ന്. അതിപ്പോഴും മൈൻഡിലിട്ട് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ ഐ തിങ്ക് ഒരു 1 hour മുമ്പേ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോഴും പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാപ്പിയാണ്, എന്താ ഭയങ്കര ഹാപ്പിയുണ്ട്. കുറേ വേർഡ്സ് ഒന്നും പറയാൻ കിട്ടുന്നില്ല. ഇപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് മാത്രമല്ല, ഹോൾ ക്രൂ 5 കാറ്റഗറിയിലെങ്ങാനും നമുക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. സോ ഹോൾ ക്രൂ ഇതിന് വേണ്ടിയിട്ട് എടുത്ത എഫേർട്ടും കാര്യങ്ങളൊക്കെ, നമ്മളവിടെ ഒരു 6 കൊല്ലമായിട്ട് ഉള്ള ഷൂട്ടിങ്ങും അതിന് മുന്നേ ബ്ലസ്സി സാറ് എടുത്ത പ്രൊഡക്ഷൻ വർക്ക്സും എല്ലാ ഒരു എഫേർട്സും അങ്ങനെ പാഴായി പോയിട്ടില്ല എന്നുള്ളൊരു തോന്നല് ഓൾറെഡി ജനങ്ങൾ സ്വീകരിച്ച സമയത്ത് നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറേ വെറ്ററൻസ് ആയിട്ടുള്ള ഡയറക്ടേഴ്സും എല്ലാവരും ഉള്ളൊരു ജൂറി നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെ, നമ്മുടെ ഒരു ആർട്ട് വർക്കിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അത് ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിട്ട് ഒരു വളരെ വലിയ കാര്യമാണ്. കാരണം മേ ബി അറിയില്ല ഇതെങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു എക്സൈറ്റഡ് ആണ് വളരെയധികം. ഗൂഗിളിന്റെ പഠിത്തവും ആരോഗ്യവും ഒക്കെ കളഞ്ഞു എന്നാണ് സംവിധായകൻ പറഞ്ഞത്. അപ്പോൾ അതിന്റെ ആ ഒരു ആത്മാർത്ഥതയ്ക്ക് അല്ലെങ്കിൽ ഒരു സമർപ്പണത്തിന് കിട്ടിയ ഒരു അംഗീകാരമാണ്. ഇപ്പോൾ ഈ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഒരു സിനിമയിൽ ഒരു ആക്ട് ചെയ്യണം. ആക്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു പ്രത്യേക ഒരു കൈൻഡ് ഓഫ് ഫീലിംഗ് ഉണ്ട്. അപ്പോൾ അത് ആയിരുന്നു എനിക്ക് ആ സിനിമയുടെ പ്രോസസ്സിൽ മൊത്തം കിട്ടിക്കൊണ്ടിരുന്നത്. ഓരോ പ്രോസസ്സിലാകുമ്പോഴും ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുമ്പോഴും ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ. ആ സമയത്ത് ഇപ്പോൾ സാധാരണ കോളേജിലൊക്കെ പോകുന്നത് പോലെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. കുറേ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ പോകേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ സെമോട്ടൊക്കെ ആയിട്ടുണ്ട് കോളേജിൽ നിന്ന്. ബട്ട് സ്റ്റിൽ ഞാൻ ഇതിനു മുന്നേ എവിടെയോ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒരു 1000കണക്കിന് ആളുകൾ ഡിഗ്രിയൊക്കെ എടുത്തിട്ട് ഒരു കൊല്ലം കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്നൊക്കെ പോകുന്നുണ്ടാവും. ബട്ട് ആടുജീവിതം പോലുള്ളൊരു സിനിമയിൽ ഒരു മേ ബി ഒരു മാഗ്നം ഓപ്പസ് ആയിട്ടുള്ള മോളിവുഡിൻ്റെ തന്നെ മാഗ്നം ഓപ്പസ് ആയിട്ടുള്ളൊരു സിനിമയിൽ ഇത്ര ഒരു പിവോട്ടലായിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യാൻ കിട്ടുക എന്നുള്ളത് അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല. സോ എൻ്റെ സ്വപ്നം ഈ ഇത്ര അടുത്തിങ്ങനെ നിൽക്കുമ്പോൾ ഞാനതിനെ കുറച്ച് കൈ എത്തി പിടിച്ചു. അപ്പോൾ അതിനൊക്കെ കിട്ടിയൊരു അംഗീകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബ്ലസ്സി സാർ എന്നെ കാര്യത്തിൽ ഭയങ്കരധികം കൺസേൺഡ് ആയിരുന്നു ആ സമയത്തൊക്കെ. കാരണം എൻ്റെ ഇതുപോലെ പഠിത്തം പോയി, ഹെൽത്തൊക്കെ കുറച്ച് വീക്കായി. ആ സമയത്ത് അമ്മയൊക്കെ ബ്ലസ്സി സാറെ വിളിച്ച് ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ബ്ലസ്സി സാർക്കും ഒരു കൺസേൺ ഉണ്ടായിരുന്നു, ഒരു ആളുടെ ഒരു മകനെപ്പോലുള്ളൊരു കൺസേൺ എൻ്റെ അടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. സോ എല്ലാ ഒരു ടെൻഷൻസിനും എല്ലാ പേടികൾക്കും എല്ലാവരും ഇതിനൊരു ആശ്വാസമായിട്ട് റിലീഫായിട്ടാണ് ഇപ്പോൾ ഈ ഒരു അവാർഡ് എല്ലാവർക്കും കിട്ടിയതായിട്ട് ഞാൻ കാണുന്നത്. എല്ലാവരും എടുത്തൊരു എഫേർട്സിനും എല്ലാ ഹാർഡ്ഷിപ്പിനും ഉള്ളൊരു അംഗീകാരമായിട്ടൊരു ഡിസേർവിങ് അംഗീകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.